മീറിങ്കലിൽ നിന്ന് ആരോ സ്ലോട്ടിലോട്ടുള്ള ബസ് യാത്രയിലാണ് കേട്ടോ നമ്മൾ. ഈ മീറിങ്കലിലേക്ക് വന്ന മനോഹരമായ ട്രെയിൻ യാത്ര തൊട്ട് മുന്നത്തെ വീഡിയോയിലുണ്ട്. അത് കാണാത്തവർ ആ മനോഹരമായ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അങ്ങനെ 2 സ്റ്റോപ്പുകൾക്കപ്പുറം ഈ സ്റ്റോപ്പിൽ ഞങ്ങൾ ഇറങ്ങി. അതിമനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഒരു 15 മിനിറ്റ് ഇവിടെ നിന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആരോ സ്ലോട്ടിലെത്താം. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ചുറ്റും നല്ല സ്വിസ് തനിത് കൽപ്പനയിൽ നിർമ്മിച്ച വീടുകളും ബിൽഡിങ്ങുകളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ റോഡിൻ്റെ സൈഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് തൊട്ടരികിലൂടെ തന്നെ ഒരു തോട് പോലെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം. അപ്പോൾ ദേവുട്ടി നല്ല ഉഷാറിൽ നടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഗൂഗിൾ മാപ്പ് തന്ന വഴിയിലൂടെയാണ് കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വീടുകളിലെ ഭാഗങ്ങൾ അവസാനിച്ചു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് പ്ലെയിൻ ലാൻഡ്സ് ആണ് കേട്ടോ. അപ്പോൾ അതിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ഗ്രീനിഷ് ഷെയ്ഡിൽ ഒഴുകുന്ന ചെറിയൊരു തോടാണ് കേട്ടോ ഇത്. തോടെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം വീതിയുണ്ട്. ഒരു ചെറിയ പുഴ എന്നൊക്കെ പറയാം. നല്ല ഫോഴ്സിലാണ് ഒഴുകുന്നത്, നല്ല പച്ച കളറിൽ. അതിൻ്റെ നടുവിലൂടെ ഒരു പാലം പോകുന്നുണ്ട് അങ്ങോട്ട് കടക്കാൻ വേണ്ടിയിട്ട്. അതിമനോഹരമാണ് കേട്ടോ ഈ ഒരു പുഴ കാണാൻ. അതിൻ്റെ വെള്ളം കണ്ടില്ലേ, നല്ല ഗ്രീൻ ഷെയ്ഡിലാണ്. ഇത് ആരേഗോർജിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഈ ആരേഗോർജ് എന്ന് പറയുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കേട്ടോ സ്വിറ്റ്സർലാൻഡിലെ. സമ്മർ ടൈമിലാണ് ഇത് ഓപ്പൺ ആവുക. ബേൺ കാൻഡനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കുറേ പാറകൾ തുരന്ന് അതിൻ്റെ ഉള്ളിൽ വാക്ക് വേ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ റിവറിൻ്റെ ഒഴുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് സത്യം പറഞ്ഞാൽ ഈ ആരേഗോർജ് എന്ന് പറയുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ അത് കാണാൻ. വഴിയെ കാണാൻ നമുക്ക് കാഴ്ചകൾ. ഇതിൻ്റെ എൻട്രൻസിൻ്റെ പുറത്ത് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു ഗാർഡനും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പാർക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്. നല്ല വലിയൊരു പാർക്ക് സെറ്റപ്പാണ് കേട്ടോ. ദേവുട്ടി ഇത് കണ്ടപ്പോൾ തന്നെ വേഗം പാർക്കിലോട്ട് ഓടി. നല്ലൊരു ആട്ടമൊക്കെ ആടി അവളുടെ ആഗ്രഹം അങ്ങോട്ട് തീർത്തു കൊടുത്തു. അപ്പോൾ നമ്മളിനി മെല്ലെ എൻട്രൻസ് വഴി ഉള്ളിലോട്ട് കയറുകയാണ്. ഇവിടെ ടിക്കറ്റ് ഉണ്ട്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഉള്ളിലോട്ട് കയറാം. അപ്പോൾ നമ്മളങ്ങനെ കയറിയാൽ ആദ്യം കാണുക ഇതുപോലൊരു വാക്ക് വേ ആണ്. ഇതിലൂടെ നടന്നിട്ട് വേണം നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ. ഇതാണ് കേട്ടോ ഫസ്റ്റ് എൻട്രൻസ്. ഒരു ഗുഹ പോലെ തോന്നിക്കും നമുക്ക്. ഈ ഗുഹയുടെ ഉള്ളിലൂടെ വേണം നമുക്ക് നടന്ന് ഉള്ളിലോട്ട് കയറാൻ. പാറ തുരന്നുണ്ടാക്കിയതാണ്. നല്ല കട്ടിയുള്ള പാറകളാണ് ചുറ്റും. അതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല വെളിച്ചമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ലൈറ്റൊക്കെ ഉള്ള കാരണം കൊണ്ട് നടക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതാണ് കേട്ടോ ആരേഗോർജിൻ്റെ ഫസ്റ്റ് ലുക്ക്. ഇത് ആക്ച്വലി ആരേ റിവറാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രിംസൽ പാസ് എന്ന് പറയുന്ന ഒരു പീക്കിൽ നിന്നാണ്. അത് ലേക്ക് ബ്രിൻസിൽ പോയിട്ട് ചേരും. അതിൻ്റെ ഇടയിലാണ് ഇതിലൂടെയൊക്കെ ഒഴുകി പോകുന്നത്. നമുക്കിതിൻ്റെ ഇടയിലൂടെയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഇവർ
മരത്തിൻ്റെ പലകകളിട്ട് ഇരുമ്പിൻ്റെ ഫ്രെയിമിൽ പാതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ അതിലൂടെയാണ് നടക്കുക. ഏകദേശം 1.4 കിലോമീറ്ററോളം നമുക്ക് ഇതുപോലെയുള്ള വാക്ക് വേസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. അത്രയും മനോഹരമായ രീതിയിലാണ് ഇതിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ പണിപ്പെട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. കാരണം ഇത്രയും വലിയ പാറകൾ തുരന്ന് ഇതിൻ്റെ മുകളിൽ ഇത് അടിച്ചുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ടൂറിസത്തിന് വേണ്ടി ഒരു രാജ്യത്തിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇവിടെ സ്വിറ്റ്സർലാൻഡിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം അത്രയ്ക്കും മനോഹരമായിട്ടുള്ള പല സ്ഥലങ്ങളും നമ്മളിവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട മറ്റൊരു സ്ഥലമാണ് ഈ ആരെ ഗോർജ്. ഇവിടെ ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അത്രയും മനോഹരമായിട്ടാണ് ഇത് ഇവിടെ പണി കഴിച്ച് വെച്ചിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വാക്ക് വേസ് ആണ് കേട്ടോ. ഇഷ്ടം പോലെ ആളുകൾ ഇതിലൂടെ നടക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ല, വളരെ സേഫാണ്, ഒന്നും പേടിക്കാനൊന്നുമില്ല. ഈ മലകളുടെ ഉള്ളിലായതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് ഫീൽ ചെയ്തിരുന്നു കേട്ടോ. ഇവിടെ പലരും ജാക്കറ്റ് ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ജാക്കറ്റ്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ അല്ല കേട്ടോ, ഒരുപാട് ദൂരം നടക്കാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 1.5 കിലോമീറ്ററോളം ഇതുപോലെ വാക്ക് വേസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ. ഈ മലകളെ ചുറ്റി 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 ഇത്രയും വലിയ മല തുരന്ന് അപ്പുറത്തെ സൈഡിലോട്ട് എത്തും നമ്മൾ. ഈ ആരെ ഗോർജിന് ആക്ച്വലി 2 എൻട്രൻസുകളുണ്ട്. ഒന്ന് വെസ്റ്റ് എൻട്രൻസും ഒന്ന് ഈസ്റ്റ് എൻട്രൻസും. അപ്പോൾ നമ്മളിപ്പോൾ വെസ്റ്റ് എൻട്രൻസിലൂടെയാണ് നമ്മൾ കയറിയത്. അപ്പോൾ നമ്മൾ ഇനി അവസാനം ഇറങ്ങുക ഈസ്റ്റ് എൻട്രൻസിലാണ്. ഈ പാറക്കെട്ടുകളുടെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. നല്ല തണുത്ത ഒരു അന്തരീക്ഷവും അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും നല്ലൊരു വെളിച്ചതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പ്രത്യേക ഫീലാണ് ഇതിൻ്റെ ഉള്ളിൽ. ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഫുള്ളായിട്ട് വെള്ളമില്ല. ഇവിടെ നല്ല വീതി കൂടിയൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. വളരെ നേരത്തെ രീതിയിൽ വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ. ഇത് ഓരോ വർഷം ചെല്ലുന്തോറും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വീതി കുറഞ്ഞു കുറഞ്ഞു വരിക എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കണ്ടോ, ഈ വെള്ളച്ചാട്ടം വളരെ നേരത്തെ രീതിയിലാണ് വരുന്നത്. നമ്മളൊരു പൈപ്പ് ഇങ്ങനെ പിടിക്കുമ്പോൾ വെള്ളം എങ്ങനെ വരുന്നു ആ രീതിയിലാണ് കേട്ടോ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ആരെ ഗോർജിൻ്റെ മറ്റൊരു എൻട്രൻസിലോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 1.5 കിലോമീറ്ററോളം ദൂരമുണ്ട്. 1.4 കിലോമീറ്റർ, അതാണ് എക്സാക്റ്റ് ദൂരം. അത്രത്തോളം നടക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ പകുതിയോളം നമ്മൾ നടന്നു. ഇനി ഇവിടുന്ന് അത്രത്തോളം തന്നെ വീണ്ടും നടക്കാനുണ്ടെന്നാണ് തോന്നുന്നത്.
കുറച്ച് ദൂരം നടക്കുമ്പോൾ നടപ്പാതയുടെ വീതി കുറച്ച് കുറയുന്ന പോലെ ഉണ്ട് കേട്ടോ. കാരണം ഓപ്പോസിറ്റ് ആൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം കൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കൺജസ്റ്റഡ് ആവുന്നുണ്ട് ഈ ഒരു വാക്ക് വേ. അപ്പോൾ നമ്മൾ കുറച്ച് വീതിയുള്ള ഭാഗത്ത് ഒതുങ്ങി നിന്നിട്ട് മറ്റുള്ളവരെ കടത്തി വിട്ടിട്ടൊക്കെ വേണം നമ്മൾ നടക്കാൻ ഇത് കൂടെ. അങ്ങനെ ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നടന്നതിന് ശേഷം ആരേഗോജിൻ്റെ നെക്സ്റ്റ് സൈഡിലുള്ള എൻട്രൻസിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ പീക്ക്, അതായത് നെക്സ്റ്റ് എൻട്രൻസ്. ഇവിടെ വന്നു നമുക്ക് ഇതിനുള്ളിലോട്ട് പ്രവേശിക്കാം, പുറത്തോട്ട് കിടക്കാം, എല്ലാം ചെയ്യാം. ടിക്കറ്റ് കൗണ്ടർ ഇവിടെയുണ്ട്. അപ്പോൾ ഇതാണ് സ്വിറ്റ്സർലാൻഡിലെ ഫേമസ് ആയ ആരേഗോജ് എന്ന് പറയുന്ന ടൂറിസ്റ്റ് പ്ലേസ്. ഇത് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ടൂറിസത്തിൻ്റെ പാർട്ടായിട്ട് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകളൊന്നും ഈ ഒരു സ്ഥലം അങ്ങനെ വിസിറ്റ് ചെയ്യാറില്ല എന്നാണ് തോന്നുന്നത്. അധികം അങ്ങനെ കണ്ടിട്ടില്ല. ഇനി വരുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകം ഈ ഒരു സ്ഥലം സെലക്ട് ചെയ്ത് വന്ന് കണ്ടാൽ വളരെ മനോഹരമായിരിക്കും. നല്ലൊരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ഇതാണ് ഈസ്റ്റേൺ സൈഡിലുള്ള ഈ ഒരു ആരേഗോജിൻ്റെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ബസ് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇനി ഇവിടുന്ന് ബസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ലൊക്കേഷനിലോട്ട് പോകണം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബസ് കിട്ടുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ കാണിക്കുന്നത്. അങ്ങനെ നമുക്ക് ബസ് കിട്ടിയിട്ടോ നമ്മൾ ബസ് കയറി. അപ്പോൾ നമ്മൾ അടുത്തൊരു ലൊക്കേഷൻ ലക്ഷ്യമാക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളുണ്ടെങ്കിൽ കമൻറ്റുകൾ ഇടുക. നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്